പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമമാധവായ കൗസല്യാദേവിയുടെ വിലാപം കേട്ട ലക്ഷ്മണകുമാരൻ സമയോചിതമായി ഇങ്ങനെ പറഞ്ഞു: അമ്മേ, ഒരു പെണ്ണിൻ്റെ വാക്കുകേട്ട് രാജ്യലക്ഷ്മിയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാൻ ജ്യേഷ്ഠൻ ഒരുങ്ങുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് കാമുകനും വിഷയസുഖങ്ങളിൽ ആസക്തി വിടാത്ത വൃദ്ധനുമായ ഒരു രാജാവ് ചില നിർബന്ധങ്ങൾക്ക് കീഴ്പ്പെട്ടാൽ എന്തു തന്നെ പറയില്ല. മന്മഥനാണ് അങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത്. നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പറഞ്ഞയക്കത്തക്ക ദോഷങ്ങളൊന്നും എൻ്റെ ജ്യേഷ്ഠനിൽ ഞാൻ കാണുന്നില്ല. കാമവികാരത്തിന് അടിമപ്പെട്ട് ഒരു സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി അധർമ്മകർമ്മം ചെയ്യുവാൻ തുടങ്ങുന്ന രാജാവിന് പിതാവാണെങ്കിൽ കൂടി ഞാൻ വധിക്കാം. ശത്രുവാണെങ്കിലും കൂടി, അസൂയാലു ആണെങ്കിലും കൂടി എൻ്റെ ജ്യേഷ്ഠൻ്റെ ദോഷം രഹസ്യമായി പോലും പറയുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. വക്രതയില്ലാതെ ശാന്തചിത്തനായ അഗ്രജൻ ശത്രുക്കൾക്ക് കൂടി ദേവതുല്യനാണ്. ധാർമ്മിക ജീവിതം നയിക്കുന്ന ഏതൊരാൾക്ക് ഇത്തരം മാഹാത്മ്യമുള്ള പുത്രനെ കാരണം കൂടാതെ ഉപേക്ഷിക്കാൻ സാധിക്കും? വീണ്ടും വെറുമൊരു ബാലനെ പോലെയായി തീർന്ന രാജാവിൻ്റെ വാക്കുകളെ രാജധർമ്മം അറിയുന്ന ഏതൊരു മകൻ അനുസരിക്കും? മറ്റാരെങ്കിലും ഈ അനീതികർമ്മം അറിയുന്നതിന് മുമ്പ് നാട് മുഴുവൻ എന്നോടുകൂടി അങ്ങയുടെ അധീനത്തിലാക്കും. എതിർക്കുന്ന ഏതൊരുവനും അയോധ്യ രാജ്യത്തിൽ വസിക്കുവാൻ സാധ്യമല്ല. വേണ്ടാത്തതിന് പുറപ്പെട്ടാൽ അയോധ്യയെ തന്നെ നിർജീവമാക്കും. അന്തകനെ ആർക്ക് ജയിക്കുവാൻ സാധിക്കും? വില്ലെടുത്ത് അവിടുത്തെ കാത്തുകൊണ്ട് അടുത്തു നിൽക്കുന്ന എന്നെ ആർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? അവിടുത്തെ ആജ്ഞയെ നിരാകരിച്ച് നടക്കുവാൻ യമന് പോലും സാധ്യമല്ലെന്ന് എനിക്കറിയാം. ഭരതപക്ഷപാതികളെയും തൽ സുഹൃത്തുക്കളെയും കൂരമ്പുകൾ കൊണ്ട് നിർജീവമാക്കും. സൽസ്വഭാവികളായാൽ അങ്ങനെ ജീവിക്കാം. കൈകേയി പ്രേരണ കൊണ്ട് പിതാവ് ദുഷിച്ച് ശത്രുവായാൽ നിഗ്രഹിക്കാം, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ അടയ്ക്കാം. കാര്യകാര്യങ്ങളെ ചിന്തിക്കാതെ അഹമ്മതി കൊണ്ട് മര്യാദക്കേടു കാണിച്ചാൽ ഗുരുവാണെങ്കിൽ കൂടി ശാസിക്കാം. എൻ്റെ ജ്യേഷ്ഠനുള്ള രാജ്യത്തെ എന്തു കാരണം കൊണ്ടാണ് കൈകേയിക്ക് കൊടുക്കുവാൻ രാജാവ് ആലോചിക്കുന്നത്? അവിടുത്തെയും എന്നെയും വലിയ ശത്രുക്കളായി കരുതി രാജ്യലക്ഷ്മിയെ ഭരതന് കൊടുക്കുവാൻ എന്തൊരു യോഗ്യതയാണ് രാജാവിനുള്ളത്? അമ്മേ, എനിക്ക് ജ്യേഷ്ഠനുള്ള ഭക്തിക്ക് കളങ്കമില്ലെന്ന് മനസ്സിലാക്കണം. ഈ വില്ലെടുത്ത് ഭക്തിധർമ്മങ്ങളെ സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു. അഗ്നികുണ്ഡത്തിലേക്കാണോ ആരണ്യത്തിലേക്കോ എവിടേക്കായാലും എൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ഞാനുണ്ട്. അമ്മയുടെ ദുഃഖം എൻ്റെ പരാക്രമത്താൽ ഇരുട്ടിനെ സൂര്യൻ എന്ന പോലെ തീർത്തു തരാം. എൻ്റെ ശൗര്യത്തെ അമ്മ ഇന്നു കാണണം. എൻ്റെ ജ്യേഷ്ഠനും കൈകേയിയിൽ അലിഞ്ഞു ചേർന്ന വൃദ്ധത്വം കൊണ്ട് വീണ്ടും ബാലനായി തീർന്ന മനസ്ഥിതി അതികഠിനമായി തീർന്ന പിതാവിനെ നിഗ്രഹിക്കുന്നത് കൂടി അധർമ്മമല്ല. മഹാത്മാവായ ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട കൗസല്യാദേവി പൂർവാധികം വ്യസനത്തോടെ കരഞ്ഞുകൊണ്ട്: ഉണ്ണി, രാമ, അനുജന്റെ വാക്ക് കേട്ടില്ലേ? ഇനി ഇവിടെ ചെയ്യേണ്ടത് നീ സമ്മതിക്കുക. ധർമ്മജ്ഞനായ നിനക്ക് ധർമ്മകൃത്യങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ സപത്നിയുടെ ദുഷിച്ച വാക്കുകൾ കേട്ട് എന്നെ ഉപേക്ഷിച്ചു പോകാതെ മാതൃശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇവിടെ താമസിക്കണം. അത്യുത്തമമായ ധർമ്മം അമ്മയെ ശുശ്രൂഷിക്കലാണ്. സ്വഗൃഹത്തിൽ താമസിച്ച് പ്രതിദിനം അമ്മയെ അതിനിഷ്ഠയോടെ ശുശ്രൂഷിച്ച കാശ്യപൻ വൻ തപസ്സുകൊണ്ട് മാത്രം നേടാവുന്ന സ്വർഗത്തിലേക്ക് പോയി. ഗുരുത്വം നോക്കിയാൽ അച്ഛനായ രാജാവിന് തുല്യമാണ് അമ്മയും. കാട്ടിലേക്ക് പോകുവാൻ ഒരിക്കലും അനുവാദം ഞാൻ തരുന്നതല്ല. നിന്നോടൊന്നിച്ച് ജീവിക്കുമ്പോൾ ഭക്ഷണമായി പുല്ല് കിട്ടിയാലും അമൃതമാണ്. നീ വിട്ടുപിരിഞ്ഞാൽ എൻ്റെ ജീവിതം ശൂന്യമായി തീരും. ദുഃഖിതയായ എന്നെ അനാഥയാക്കി നീ അടവിയിലേക്ക് പോകുകയാണെങ്കിൽ നിരാഹാരത്താൽ ഞാൻ ജീവൻ വെടിയും. സരിത്പതിയായ സമുദ്രത്തിന് അധർമ്മത്താൽ ബ്രഹ്മഹത്യാ പാപം സിദ്ധിച്ചതുപോലെ അതിഘോരമായ നരകത്തിന് നീ പാത്രമാകും. ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ അമ്മയുടെ വിലാപം കേട്ട് ധാർമ്മികമായ വാക്കുകൾ വിനയാന്വിതമായി തുടർന്നു: അമ്മേ, അച്ഛൻ്റെ വാക്ക് പാലിക്കാതിരിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അമ്മയുടെ കാൽക്കൽ വീണ് ഞാൻ യാചിക്കുന്നു. കാട്ടിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കണമെന്ന് കാനനവാസികളായ മഹർഷിവര്യന്മാർ പോലും പിതൃവാക്യ നിർവഹണത്തിൽ ജാഗരൂകരായിരുന്നില്ലേ? ഏറ്റവും ധർമ്മജ്ഞനും മഹാപണ്ഡിതനും ഉഗ്രതപസ്വിയുമായ കണ്ടു മഹർഷി ജനകവാക്യം അനുസരിച്ച് പശുഹത്യ നടത്തി. നമ്മുടെ വംശത്തിൽ തന്നെ പൂർവികന്മാരിൽ പ്രസിദ്ധനായ സഗര മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം പുത്രന്മാർ ഭൂമി കുഴിച്ച് മരണത്തെ സ്വയം സ്വീകരിച്ചു.
ജമദഗ്നീസുതനായ രാമൻ അച്ഛൻ്റെ കൽപ്പന പ്രകാരം മാതാവായ രേണുകയെ സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ചു. ദേവതുല്യരായ അവരും മറ്റനേകം പേരും പിതൃവാക്യം അനുഷ്ഠിച്ചതുപോലെ ഞാനും ചെയ്യേണ്ടതല്ലേ അമ്മേ? അമ്മയ്ക്ക് അനിഷ്ടമുണ്ടാക്കുന്ന പുതിയൊരു ധർമ്മമല്ലല്ലോ ഞാൻ തുടങ്ങുന്നത്. പൂർവികന്മാർ നടന്ന വഴിക്കല്ലേ നാം പോകേണ്ടത്. അച്ഛൻ്റെ വാക്ക് അനുസരിക്കണമെന്നല്ലേ അമ്മ പറഞ്ഞു തരേണ്ടത്. മറ്റൊന്ന് ഞാൻ ചെയ്യുകയില്ല. പിതൃവാക്യം അതേപോലെ സ്വീകരിച്ചതിനാൽ ഇന്നുവരെയും ഒരാൾക്കും നാശം സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ? വില്ലാളി വീരന്മാരിൽ വീരനായ ശ്രീരാമചന്ദ്രൻ അമ്മയോട് ഇത്രയും പറഞ്ഞ് സമീപത്തിൽ സഹോദര സ്നേഹം തന്നെ രൂപം കൊണ്ട എന്ന പോലെ നിൽക്കുന്ന ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നിനക്ക് എന്നോടുള്ള നിസീമ സ്നേഹം ആർക്കും തടുക്കുവാൻ സാധിക്കാത്ത നിന്റെ തേജസ്സും പരാക്രമവും ശക്തിയും എനിക്കറിയാം. ശോഭനങ്ങളായ ലക്ഷണങ്ങളോടുകൂടിയ അനുജ, സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അർത്ഥം ശരിക്കും ആലോചിക്കാത്തതിനാലാണ് അമ്മയ്ക്ക് അസഹ്യമായ ദുഃഖം തോന്നുന്നത്. ഈ ലോകത്തിൽ അദ്വിതീയമായിട്ടുള്ളത് ധർമ്മമാണ്. സത്യം നിലനിൽക്കുന്നതേ ധർമ്മത്തിലല്ലേ? അച്ഛൻ്റെ വാക്കുകൾ ധർമ്മം നിറഞ്ഞതാണ്. ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അച്ഛൻ, അമ്മ, ബ്രാഹ്മണൻ എന്നിവരുടെ വാക്കുകൾ പാഴിലാക്കരുത്. അതുകൊണ്ട് അച്ഛൻ്റെ കൽപ്പന നിരസിക്കുവാൻ എനിക്ക് സാധ്യമല്ല. പിതൃനിർദ്ദേശപ്രകാരമാണ് അമ്മ കൈകേയി എന്നോടിത് പറഞ്ഞിട്ടുള്ളത്. ക്ഷത്രിയന്മാർക്ക് ഉണ്ടാകുന്ന ഇത്തരം ദുർബുദ്ധി കളഞ്ഞ് എൻ്റെ അഭിപ്രായം സ്വീകരിക്കൂ. ധർമ്മം നിരസിക്കരുത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.